ഒരു കാലത്ത് ശംസുൽ ഉലമയെ എതിർത്തവർ ആരോ അവരും അവരുടെ പിൻഗാമികളും ഇന്ന് സയ്യിദുൽ ഉലമയെ എതിർത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു വരദാനമാണ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ പിന്നിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവരുടെ കൈകൊണ്ട് അള്ളാഹു സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ശക്തി നൽകട്ടെ. നമ്മൾ സാധാരണഗതിയിൽ കേരളക്കാരായ ആൾക്കാർ സിറാത്തുൽ മുസ്തഖീം എന്ന ശരിയായ പാതയ്ക്ക് എതിരെ നിൽക്കുന്ന കുറെ ആളുകൾ അനുഭവിക്കും. മുശ്രിക്കുകൾ അതിലുണ്ട്, ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുനാഫിക്കുണ്ട്. ഏറ്റവും മോശം ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ എന്നാണ്. ഒപ്പം നിൽക്കും ചെയ്യും, എന്നാല് കുറ്റക്കടൊക്കെ കാട്ടും ചെയ്യും. അങ്ങനത്താണ് ഈ മുനാഫിക്കുകാരാണ്. അങ്ങനെ പലതും ഉണ്ടാവും. മുനാഫിക്കങ്ങളുടെ ഔദ്യോഗിക മുനാഫിക്കങ്ങളല്ലാത്ത മുനാഫിക്ക് എന്ന് പറയാം അവരുടെ നേതാവായിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സുലൂൽ പറഞ്ഞത്. ഔദ്യോഗിക മുനാഫിക്കങ്ങൾ അന്ന് രൂപപ്പെട്ടിട്ടില്ല എന്നാണ്. നാളെ മുനാഫിക്കാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. ഔദ്യോഗികം എല്ലാം നിർത്തിയിട്ടിപ്പോ സാധനം അതല്ലാതാവുന്നില്ല. മുനാഫിക്കയുടെ നേതാവാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പെൺചൊല്ല് പറഞ്ഞു. അയാൾ മരണപ്പെട്ടപ്പോൾ നബി തങ്ങൾ എന്തായാലും വരൂലെന്ന് സഹാബത്ത് ഉറപ്പിച്ചിട്ട് വേഗം കുളിപ്പിച്ചങ്ങാണ്ട് ഫർദ് വീടാൻ വേണ്ടി നിൽക്കരിച്ചു. കാരണം 5 വക്തിനും പള്ളിക്ക് വരുന്ന ആളാണ്. പിന്നെ ഫർദ് വീടാൻ വേണ്ടി നിൽക്കരിച്ചേണ്ടി വരില്ല. അങ്ങനെ നിൽക്കരിച്ചു. മറവിയാൻ വേണ്ടി കബർക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ മുത്തുനബി ഓടി വരുന്നത് കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. കബർക്ക് ഇറക്കാന്ന് കണ്ടേക്കിന് വേഗം കബർക്കണ്ട് ഇറങ്ങി നിന്നിട്ട് കാലിന്റെ തുടമക്ക് മയ്യത്ത് വാങ്ങി വെച്ചിട്ട് തോളിലുണ്ടായിരുന്ന മുണ്ടെടുത്തിട്ടൊന്ന് പുതച്ചു കൊടുത്ത് കബറിൽ വെച്ച് മൂടലിലേക്ക് വെച്ച് മറവ് ചെയ്ത് പോകുമ്പോൾ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഒരായത്തോതി കൊടുത്തു, ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ലൻ യഗ്ഫിറല്ലാഹു ലഹും. അയാൾക്ക് പൊറുക്കണം, നിങ്ങൾ 70 വട്ടം പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ അയാൾക്ക് പൊറുക്കൂല എന്ന ആയത്തിറങ്ങി. അപ്പൊ ഏറ്റവും മോശപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത് മുനാഫിഖിന്റെ സ്വഭാവമാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണേണ്ടി വരുന്ന സിറാത്തുൽ മുസ്തഖീമിനെതിരെയുള്ള കാര്യങ്ങളാണ്. ജൂതന്മാര് ക്രിസ്ത്യാനികൾ ആദ്യമായി അള്ളാഹുവിന്റെ കലാമാകുന്ന വേദഗ്രന്ഥത്തെ തിരുത്തി. തൗറാത്തിലും ഇൻജീലിലും ആദ്യമായി തിരുത്തിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബിനെ അറക്കാൻ കൊണ്ടുപോയ ഭാഗമാണെന്നാണ്. ഈ സന്ദർഭത്തിൽ പറയാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വിഷയം കൂടിയാണത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ത്യാഗത്തെ അംഗീകരിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകൻ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയെന്നും പകരം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആടിനെ അറുത്തു എന്നുള്ളത് പോലെ അംഗീകരിക്കും. തൗറാത്തിലും ഇൻജീലിലും ഈ സംഭവമുണ്ട്, ഖുർആനിലുണ്ട്. സബൂറിലില്ല. അതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ സബൂർ നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്ന ഒരു കിതാബല്ല. സംഗതി അല്ലാഹു തആല 4 കിതാബ് ഇറക്കിയിട്ടുണ്ടെങ്കിലും തൗറാത്തും ഇൻജീലും ഖുർആനും എപ്പോഴും കേൾക്കും, സബൂർ കേൾക്കൂല. അതിന്റെ ഒരു കാരണം സബൂറിൽ വിധിവിലക്കുകളൊന്നുമില്ല, അതിൽ താരീഖുകളും ഇല്ല. പിന്നെ അതിലെന്താ ഉള്ളത്? അത് കുറച്ച് പാട്ടാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് ശബ്ദ മോചിതത്തായി നൽകിയ പ്രവാചകനായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ ദാവൂദ് അലൈഹി ഇസ്ലാമിന് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മോചിതത്ത് ആകർഷണീയമായ ശബ്ദമാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാം വേദപാരായണം ആരംഭിച്ചാൽ പാറിക്കൊണ്ടിരിക്കുന്ന പറവകൾ പോലും നിൽക്കുമായിരുന്നു എന്നാണ്. അത്രയും പിടിച്ചു നിർത്തുന്ന ആകർഷണീയമായ ശബ്ദമാണ്. സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടാകുമ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ വിളിക്കുമെന്നും മലക്കുകളോട് പ്രകാശത്തിന്റെ ഒരു സ്റ്റേജ്, ഒരു മിമ്പർ കൊണ്ടുവരാൻ വേണ്ടി പറയുമെന്നും ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ അതിന്റെ മുകളിൽ കയറ്റി നിർത്തുമെന്നും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പറയുമെന്നും അപ്പോൾ അർ-റഹ്മാൻ സൂറത്ത് മനോഹരമായി ഓതുമെന്നും അത് കേട്ടുകൊണ്ട് സ്വർഗമാകമാനം ഇങ്ങനെ ഇളകി മറിയുമെന്നും അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശബ്ദമോചിതത്തായി നൽകപ്പെട്ട പ്രവാചകനായിരുന്നു മഹാനായ സയ്യിദുനാ ദാവൂദ് അലൈഹി ഇസ്ലാം. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് ഇറക്കപ്പെട്ട വേദഗ്രന്ഥം പദ്യരൂപത്തിലുള്ളതാണ്. അതിൽ സ്തോത്രങ്ങൾ മാത്രമാണ്, അള്ളാഹുവിനെ മദ്ഹ് ചെയ്യുന്ന വചനങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ശരിക്കും നമ്മൾ കേൾക്കലുണ്ട്. ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ രാവിലെ വൈകുന്നേരം പാടുന്ന പാട്ടാണത്. അത് ബൈബിളിന്റെ അവസാന ഭാഗത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതാണ്. അതുകൊണ്ടാണ് ഇത് ചർച്ചയില്ലാതായതിന്റെ കാരണം അതിൽ താരീഖും ഇല്ല, നിയമങ്ങളും ഇല്ല എന്നുള്ളതാണ്. താരീഖും നിയമങ്ങളും പറഞ്ഞിട്ടുള്ളത് 3 ഗ്രന്ഥങ്ങളിലാണ്. ഒന്ന് തൗറാത്തിലും, ഒന്ന് ഇൻജീലിലും, ഒന്ന് ഖുർആൻ ശരീഫിലുമാണ്. തൗറാത്തിലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകൻ അറക്കാൻ കൊണ്ടുപോയത് പറഞ്ഞിട്ടുണ്ട്. ഇൻജീലിലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകൻ അറക്കാൻ കൊണ്ടുപോയത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ അറക്കാൻ വേണ്ടി കൊണ്ടുപോയ മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമാണ്. എല്ലാ ഗ്രന്ഥങ്ങളിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അവിടെയാണ് ജൂതന്മാർ തിരുത്തിയത്. തിരുത്താൻ ഒരു കാരണമുണ്ട്. ഇസ്മായിൽ അലൈഹി ഇസ്ലാം എന്ന് പറയുന്നത് ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെ മകനാണ്. ഹാജറ ബീവിയിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ആദ്യം കുട്ടി ഉണ്ടായത്. അത് 2ാം ഭാര്യയാണ്. ആദ്യത്തെ ഭാര്യ സാറാ ബീവിയിലാണ്. ആദ്യം കുട്ടി ഉണ്ടായിരുന്നത് 2ാം ഭാര്യയിലാണ്. 2ാം ഭാര്യയിൽ ഇസ്മായിൽ എന്ന കുട്ടി ഉണ്ടായിട്ട് 13 വർഷങ്ങൾക്ക് ശേഷമാണ് സാറാ ബീവിയിൽ ഇസ്ഹാഖ് എന്ന കുട്ടി ഉണ്ടാകുന്നത്. സാറാ ബീവിയുടെ സന്താന പരമ്പരയാണ് ജൂതന്മാർ എന്ന് പറയുന്നത്. സാറാ ബീവിയും ഹാജറ ബീവിയും തമ്മിൽ പ്രശ്നമൊന്നുമില്ല. സാറാ ബീവിയുടെ മകനായ ഇസ്ഹാഖ് നബിയും ഹാജറ ബീവിയുടെ മകനായ ഇസ്മായിൽ നബിയും തമ്മിൽ പ്രശ്നമൊന്നുമില്ല. പേരക്കുട്ടികൾ തമ്മിൽ നല്ല പ്രശ്നമുണ്ട്. അതാണ് സംഗതി. മദീനക്കാർ എന്ന് പറയുന്നത് ജൂതന്മാർ മുസ്ലിമായതാണ്. മക്കക്കാർ എന്ന് പറയുന്നത് മുശ്രിക്കുകൾ മുസ്ലിമായതാണ്. മക്കക്കാര് ഇസ്മായിലിന്റെ അഥവാ ഹാജറാബിയുടെ സന്താന പരമ്പരയും മദീനക്കാർ എന്നത് സാറാബിയുടെ സന്താന പരമ്പര, അതായത് ഇസ്ഹാഖ് നബിയുടെ മക്കളുമാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ മദീനക്കാർ മക്കത്ത് വരൽ പതിവുണ്ട്. കഅബന്റെ അടുത്തൊക്കെ വരും, തവാഫൊക്കെ ചെയ്യും. സഫാ മർവന്റെ ഇടയ്ക്ക് പോകില്ല. കാരണം അത് ഹാജറ ബീവിയുമായി ബന്ധപ്പെട്ടതാണ്. അത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വേദത്തെ അവർ ആദ്യമായി തിരുത്തിയത് ഈ സംഭവമാണ്. കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അറക്കാൻ കൊണ്ടുപോയത് കഥമായിട്ടുണ്ട്. പേര് മാത്രം വൈറ്റ് കൊണ്ടൊന്നും വായിച്ചിട്ട് അതിന്റെ മേലെ ഇസ്മായിൽ എന്നുള്ളവർക്ക് ഇസ്ഹാഖിന് എഴുതി കൊടുത്തു. അതാണ് ചെയ്തത്.
അപ്പൊ ഒരു പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം? ഈ സംഭവം മക്കയിലാണ് നടന്നതെന്ന് വരാൻ പാടില്ല, കാരണം ഇസ്ഹാഖ് നബി മക്കത്തേക്ക് തീരെ വന്നിട്ടില്ല. അപ്പൊ പിന്നെ അതും കൂടി ഒന്ന് വെട്ടേണ്ടി വന്നു. അതിനാൽ സ്ഥലത്തിന്റെ പേര് വെട്ടിയിട്ട് മക്ക എന്നുള്ളത് ഫലസ്തീനും ആക്കി. അങ്ങനെയുള്ള തിരുത്താണ് ആദ്യമായി ചെയ്തത്. അവർ വേദങ്ങൾ തിരുത്തി രംഗത്ത് വന്ന ആളുകളാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും. ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ഇങ്ങനെ തുടർന്നു പോരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന പരിശുദ്ധമായ ആശയത്തെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ആദ്യമായിട്ട് കേടുവരുത്തി. അവിടുന്ന് ഇങ്ങനെ പോരാണ്. ഈ പരിശുദ്ധമായ വിശ്വാസം ഇങ്ങനെ മുന്നോട്ട് പോന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ കാലഘട്ടത്തിലും അമ്പിയാക്കളെ കളവാക്കുന്ന ആളുകൾ വന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലും നബി തങ്ങളെ കളവാക്കുന്നവർ വന്നു. അബൂജഹലിന് ശരിക്കും എന്താ കുഴപ്പമെന്ന് ഞാൻ കുറെ ആലോചിച്ചു നോക്കി. അബൂജഹലിന് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടല്ലോ. അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടെന്ന് മാത്രമല്ല, മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ടിൽ അബൂജഹലിന്റെ ദുആ സമ്മേളനത്തെ കുറിച്ച് പറയുന്ന ഒരു പാടുണ്ട്. അതായത് പിന്നെ ബദർ യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി ഇങ്ങനെ എല്ലാ ഒരുക്കങ്ങളുമായ 1000 പടയാളികൾ. അവർക്ക് ഏകദേശം 3 മാസം കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ, 3 മാസം കുടിക്കാനുള്ള കള്ള്, അതുപോലെ പാട്ട് പാടാനുള്ള സ്ത്രീകൾ, ആനന്ദത്തിനുള്ള വസ്തുക്കൾ, കൈനാത്ത് മാസിഫ്, വാദ്യോപകരണങ്ങൾ എല്ലാം റെഡിയായിട്ട് നിൽക്കുന്ന സമയത്ത് നബിതങ്ങളുടെ അമ്മായി ആയിരുന്ന ആതിഖ ബീവി ഒരു സ്വപ്നം കാണുകയാണ്. മക്കത്തെ പ്രധാനികളെല്ലാവരും മരണപ്പെട്ടതാണ് സ്വപ്നം കണ്ടിങ്ങനെ ഉണർന്നു നോക്കുമ്പോൾ ആതിഖ ബീവിന്റെ ഒരു പ്രത്യേകത, ആതിഖ ബീവിന്റെ മാറ്റ ചില പെണ്ണുങ്ങളെ നമ്മളൊക്കെ നാട്ടിലുണ്ടാവും. സ്ത്രീകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സ്ത്രീയാണ് ആതിഖ ബീവി. നമ്മളൊക്കെ നാട്ടിൽ ആലോചിച്ച് നോക്കിയാൽ പെണ്ണുങ്ങൾ മരിച്ചാലും മയ്യത്ത് ഒളിപ്പിക്കുക, അങ്ങനെ അതേമാതിരി മയ്യത്ത് കൊണ്ടുപോയതിനു ശേഷം ബാക്കിയുള്ള പെണ്ണുങ്ങളെ കൂട്ടിയാണ്ട് ഒരു യാസീൻ എഴുതി വരയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില പെണ്ണുങ്ങളുണ്ടാവും. ആ തരത്തിലുള്ള ഒരു പെണ്ണാണ് നബി തങ്ങളുടെ അമ്മായി ആയിരുന്ന ആതിഖ ബീവി. ആതിഖ ബീവി കണ്ട സ്വപ്നം സാധാരണഗതിയിൽ അതേപോലെ പുലരാറുണ്ട്. സ്വപ്നം കണ്ട് കഴിഞ്ഞ് ഉണർന്നതിന് ശേഷം ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ആതിഖ ബീവിയുടെ സഹോദരൻ അബൂജഹലിന്റെ പട്ടാളത്തിലുണ്ട്. 1000 പടയാളികളിലുണ്ട്. സഹോദരന്റെ അടുത്ത് മെല്ലെ ചെന്നിട്ട് പറഞ്ഞു, കാക്ക ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് കാക്ക പോകണ്ട, എനിക്കറിയാലോ ഞാൻ കണ്ടാൽ കണ്ടമാതിരി ഉണ്ടാവുന്നു, എല്ലാവർക്കും അറിയാം ആതിഖ കണ്ടമാതിരി ഉണ്ടാവുന്നു. മൂപ്പര് അപ്പൊ തന്നെ പറഞ്ഞു ഞാൻ പോകണം ചെയ്യാറുണ്ട്. അങ്ങനെ 999 ഇങ്ങനെ പോകുമ്പോൾ മൂപ്പരിങ്ങനെ ആലോചിച്ചു. മൂപ്പര് ബിസിനസ് പാർട്ട്ണറായ ആള് കച്ചവടത്തിന് ഇതിന് യുദ്ധത്തിന് പോകണേലുണ്ട്, 1000 പടയാളികളുണ്ട്. അയാളോട് മാത്രം ഒന്ന് വിവരം പറയാൻ തീരുമാനിച്ചിട്ട് ചെന്നിട്ട് പറഞ്ഞു, ആരോടും പറയരുത്, ഇതിന്റെ പെങ്ങളെ ആതിഖ ഇങ്ങനെ ഒരു കിനാവ് കണ്ടിട്ടുണ്ട്, ഓള് കണ്ടമാതിരി ഉണ്ടാവും, ഇജ്ജ് ഏതായാലും പോകണ്ടാറുണ്ട്. മൂപ്പര് പറഞ്ഞു ഞാൻ പോകണം ചെയ്യാറുണ്ട്. അങ്ങനെ ഒന്നുകൂടി ചുരുങ്ങി. അയാളിങ്ങനെ പെരേക്ക് പോകുമ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ മൂപ്പര് വാപ്പ പോണേലുണ്ട്. അപ്പോൾ വാപ്പാടൊന്ന് ചെന്നുകാണ്ട് വിവരം പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അവസാനം അബൂജഹലിനോടും ചെന്നിട്ട് ആരോ പറഞ്ഞു ആരോടും പറയേണ്ട സംഗതി ഇങ്ങനെയൊക്കെയാണ് കാരണം. അതിൽ മൂപ്പര് അങ്ങോട്ട് ബേജാറായിട്ടാണ് ദുആ സമ്മേളനം കിട്ടിയത്. അങ്ങനെ കഅബന്റെ അടുത്തേക്ക് പോകാനുള്ള 1000 പടയാളികളും കൊണ്ടുപോകാനുള്ള വസ്തുക്കളും എല്ലാം കൂടി കൂട്ടി വന്നിട്ട് കഅബന്റെ കില്ല പിടിച്ചിട്ടൊരു ദുആണ്. ഇറയോനെ ഹാദൽ ബൈത്തുടെ നയനെ ഹഖോട് ബാത്തിലെ രണ്ടിതിൽ ഇടയൈ പീരിത്തിടണം ഇന്ദദിനം തനിലെ നമതിരുപാകം നിക്കുവരിൽ ഒരു പേർകൾ ഹക്കുടയോർ അവർ ആരുനക്കറിയാം അവർകളെ ഇനതിൽ പീരിത്ത് ഖലാസിയത്താക്കിട് നീ പരനെ രണ്ടാലൊരു ദീനിനെ പോരിശയാക്കി നീതായിമിൽ കാത്തുകൊൾ ഫത്താഹെ താമസം ചെയ്തിടാതുത്തിരം നൽകിടൂ നീ. അബൂജഹലിന്റെ ദുആണ് ഞാൻ പറഞ്ഞത്. ഫത്താഹ എന്ന അസ്മാഉൽ ഹുസ്നയ്ക്കുള്ള ദുആണ് എന്നർത്ഥം. അപ്പൊ ശരിക്കും അബൂജഹലിന് എന്താ കുഴപ്പം? അബൂജഹലിന് അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തതല്ല പ്രശ്നം, മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താല്പര്യമില്ലാത്തതാണ് പ്രശ്നം. അതുകൊണ്ട് അസ്ലുണ്ട്, അസ്ലിന്റെ അസ്ലുണ്ട്, അസ്ലിന്റെ ഫറഉണ്ട്, ഫറഉണ്ട്, ഫറഇന്റെ അസ്ലുണ്ട്, ഫറഇന്റെ ഫറഉണ്ട്. ഇതെല്ലാം ചേർന്ന് വരുന്നതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന സംഗതി. അതുകൊണ്ട് ഈ വിഷയങ്ങളിലൊക്കെ വളരെ വലിയ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. എല്ലാ കാലഘട്ടത്തിലും അതാത് കാലഘട്ടത്തിലെ നബിമാർ കളവാക്കപ്പെട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ അമീനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആവില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീതിമാനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുസ്ലിം ആവില്ല. മുഹമ്മദ് നബി ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ആളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുസ്ലിം ആവില്ല. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്ന് തന്നെ വിശ്വസിക്കണം. അതിന്റെ താഴേക്ക് ഒന്നും വിശ്വസിച്ച കാര്യമില്ല. ഈമാനിന് എപ്പോഴും കുഴപ്പം പറ്റുക ഫറഅ് കേടരലാണ്. അതായത് മുഹമ്മദ് നബിയിൽ താല്പര്യം കുറയലാണ് ആദ്യം സംഭവിക്കുക. കാമിലായ ഈമാന്റെ ഉദാഹരണം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത മുഹമ്മദ് നബിയുടെ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നതാണ്. യുക്തിവാദം, നിരീശ്വരവാദം, ലിബറലിസം, സർവമത സത്യവാദം എല്ലാം പരിശോധിച്ച് നോക്കി മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവാണ് ഉണ്ടാകുക സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹറം മാസമായാലും നമ്മളൊക്കെ നാട്ടിലെ മദ്രസയിലെ ഉസ്താദുമാർ കുട്ടികൾക്ക് നബിദിന പരിപാടികൾ പഠിപ്പിക്കും. പാട്ടും പ്രസംഗവും കഥാപ്രസംഗവും സംഭാഷണവും അങ്ങനെയുള്ള പരിപാടികളൊക്കെ പഠിപ്പിച്ചു തുടങ്ങും. അതേ മുഹറം ആകുമ്പോൾ തന്നെ മുഹമ്മദ് അദ്ദേഹം സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്ന പ്രഭാഷണം ആരംഭിക്കും. മുഹറം മാസം അവനോട് കൂടി കുട്ടികൾക്ക് നബിദിന പരിപാടികളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ മൗലിദ് ശിർക്ക് തന്നെയാകുന്നു എന്ന് ഇലക്ട്രിക് പോസ്റ്റും കാണുകയും ചെയ്യാം. മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഈമാനിന്റെ നുഖ്സാനിയത്ത് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഈ വിഷയത്തെ വളരെ ഗൗരവത്തിൽ നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. കാര്യങ്ങളെ ആളുകൾക്ക് നല്ല നിലയിൽ യുക്തിഭദ്രമായി പഠിപ്പിക്കണം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ണുർട്ടിയ നേരായിരുന്നു. ഇനി കണ്ണുർട്ടിയിലൊന്നും കാര്യമില്ല, കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടി വരും. അസ്സലാമു അലൈക്കും എന്ന് സലാം പറയേണ്ടത് മുസ്ലിങ്ങളോടാണ്, വഅലൈക്കും അസ്സലാം എന്ന് മടക്കേണ്ടത് മുസ്ലിങ്ങളോടാണ്. എന്തുകൊണ്ട് എന്നത് യുക്തിഭദ്രമായി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും കാര്യം ഉണ്ടാവില്ല. എന്തുകൊണ്ട്?
ഇസ്ലാമിലെ പ്രയോഗങ്ങളൊക്കെ സാങ്കേതിക പ്രയോഗങ്ങളാണ്, ഭാഷാർത്ഥത്തിലുള്ള പ്രയോഗമല്ല. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലല്ല, പിന്നെ എയർപോർട്ടിലൊക്കെ ചെന്നാൽ പ്രയർ ഹാൾ എന്ന് എഴുതിയിട്ടുണ്ടാവും. ദ്വാരക്കണ സ്ഥലം പ്രയർ. സ്വലാത്ത് എന്നതിന്റെ ഇംഗ്ലീഷാണ് പ്രയർ. പ്രയർ എന്ന് പറഞ്ഞാൽ ദ്വാരക്കണല്ല. പ്രയർ ഹാൾ എന്ന് എഴുതിച്ചാൽ ദ്വാരക്കണ സ്ഥലം എന്നല്ല, നിൽക്കുന്ന സ്ഥലം എന്നാണ്. നിക്കാരെന്ന് പറഞ്ഞാൽ എന്താ? നീയത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകൾക്കും പ്രവൃത്തികൾക്കുമാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്ത് നോക്കണം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? റമദാൻ എന്ന് പറഞ്ഞാൽ എന്താ? സൗം എന്ന് പറഞ്ഞാൽ പിടിച്ചിക്കാനാണ്. ബസ് കയറിങ്ങാണ്ട് കമ്പി പിടിച്ചാണ് ഇങ്ങനെ നിന്നാൽ നോമ്പാവും. ആവൂലല്ലോ. പ്രഭാതം മുതൽ പ്രദോഷം വരെ നീയത്തോടുകൂടി നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുന്നതിന് സാങ്കേതികമായി പറയുന്ന ഒരു വാക്കാണ് സൗം എന്നത്. വഹാബികളും ജമാഅത്തുകാര് തബ്ലീഗുകാര് ഇവർക്കൊക്കെ പറ്റിയുള്ള പ്രശ്നം സാങ്കേതിക ഡിക്ഷണറി ഓപ്പറേറ്റ് ചെയ്തില്ല എന്നതാണ്. സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കണമെന്നും ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് സാങ്കേതിക ഡിക്ഷണറി ഓപ്പറേറ്റ് ചെയ്യണം. സാങ്കേതിക ഡിക്ഷണറി ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ എത്ര സാങ്കേതിക പദങ്ങൾ ഉണ്ടെന്ന് ആദ്യം പരിശോധിക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, ഖുത്ബ എന്ന് പറഞ്ഞാൽ പ്രസംഗമല്ലേ, പ്രസംഗം എന്ന് പറഞ്ഞാൽ തിരിയേണ്ടതല്ലേ, തിരിയണമെങ്കിൽ മലയാളത്തിലാവണ്ടേ എന്ന് ചോദിച്ചു വിചാരിക്കുക. ഇതിൽ എത്ര സാങ്കേതിക പദം ഉണ്ട് നോക്കണം. ഒന്ന് ഖുത്ബ എന്നതൊരു സാങ്കേതിക പദം, രണ്ട് പ്രസംഗം എന്നതൊരു സാങ്കേതിക പദം, രണ്ട് സാങ്കേതിക പദങ്ങൾ അതിലുണ്ട്. ഇത് ആദ്യമായിട്ട് എന്താണെന്ന് മനസ്സിലാവണം. ഇതിൽപ്പെട്ടതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവണം. ഇങ്ങനെ സാങ്കേതിക പദങ്ങൾ ഓപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കൊരു വിഷയത്തിന് മറുപടി പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ പിന്നെ ഞാൻ അടുത്ത് പിന്നെ ഇത് കേട്ട് പിന്നെ സദഖത്തുൽ ഉസ്താദ്, അള്ളാഹുവിന്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, സദഖത്തുൽ ഉസ്താദ് ഒരിക്കലും 1000 ചോദ്യങ്ങളും അവയുടെ ഉത്തരവുമുള്ള ഒരു പുസ്തകം എഴുതിത്തരാം. 1000 ചോദ്യം അതിന്റെ ഉത്തരം. എന്നിട്ട് സംശയം നമുക്ക് കാണിച്ചു കൊടുത്ത് ഈ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോവാണ്, അള്ളാഹുവിന്റെ ദർജ ഉയർത്തട്ടെ, ഇത് ഞാൻ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതൊന്നും നോക്കി തരുമെന്നാണ്. അപ്പോൾ അങ്ങനെ മൊത്തം നോക്കിയിട്ട് സംശയം തിരിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞത്രേ ചോദ്യം ഒഴിവാക്കിയിട്ട് ഉത്തരം മാത്രം പ്രസിദ്ധീകരിച്ചാൽ മതി. അപ്പൊ മഹാൻ അവരോട് ചോദിച്ചു, എന്തായാലും ചോദ്യത്തിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ചോദ്യം ഉത്തരം ഒരാൾ വായിച്ചു, ചോദ്യം അയാൾക്ക് മനസ്സിലാവുകയും ഉത്തരം അയാൾക്ക് മനസ്സിലാകാതിരിക്കുകയും ചെയ്താൽ മുക്തതയാവും. അതുകൊണ്ട് ചോദ്യം വേണ്ട, ഉത്തരം മാത്രം. സത്യത്തിൽ ഇന്ന് മുജാഹിദ് ജമാഅത്തിനൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഓർക്ക് ചോദ്യം മനസ്സിലായതാനുള്ള പ്രശ്നം. ഉത്തരം മനസ്സിലാവില്ല, ഓലും ശ്രമിക്കില്ല. എന്തെങ്കിലും ചോദ്യം ചോദിച്ച് നമ്മളതിൽ ഉത്തരം പറയാൻ ശ്രമിക്കുമ്പോഴേക്കും ഓല അടുത്ത ചോദ്യം ചോദിക്കുന്നുള്ളതാണ്. ഓർക്ക് ചോദ്യം മനസ്സിലായി എന്നുള്ളതാണ് സംഗതി പ്രശ്നം പറ്റിയത്. ഉത്തരം മനസ്സിലായതില്ല, ഉത്തരം മനസ്സിലാക്കാൻ അവരോട് ശ്രമിക്കുന്നുമില്ല എന്നതാണ് അവർക്ക് പറ്റിയിട്ടുള്ള വലിയൊരു പ്രശ്നം. അതുകൊണ്ട് ഓരോരുത്തർ കുറെ ചോദ്യമാണ് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം തന്നെ ആ ചോദ്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടോ നോക്കാം. അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് വ്യക്തമാണെങ്കിൽ ആ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള സാങ്കേതിക പദങ്ങൾ എന്തൊക്കെയാണ് എന്നത് ഓപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ സലാം പറയൽ അസ്സലാമു അലൈക്കും എന്ന് മുസ്ലിങ്ങളോട് മാത്രമേ പറയാൻ പാടുള്ളൂ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിലെ അസ്സലാമു എന്ന സലാം എന്നാൽ എന്താണ് എന്നതിന്റെ അതെന്തിനുള്ള പ്രയോഗമാണ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശം എന്നതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അസ്സലാം എന്ന് പറഞ്ഞാൽ അത് വാക്കർത്ഥം രക്ഷ തന്നെയാണ്, അതിൽ കുഴപ്പമൊന്നുമില്ല. ഇസ്ലാമിലെ ഒരു പ്രയോഗം വാക്കർത്ഥത്തിലല്ലത്. സ്വലാത്ത്, സക്കാത്ത്, സൗമ് തുടങ്ങിയ എല്ലാ ഖുർആൻ തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമ്മൾ പരിശോധിച്ചാലും ഒന്നും വാക്കർത്ഥത്തിലല്ല, എല്ലാം അതാണ് ഇസ്തിലാഹി എന്ന് നമ്മൾ പറയുന്നത്. എല്ലാ വാക്കുകളും ഇസ്തിലാഹിയായ പ്രയോഗമാണ്. അങ്ങനെയാണെങ്കിൽ അസ്സലാം എന്നതിന്റെ ഇസ്തിലാഹ് എന്താണ്, എന്തിനാണ് ആ സംഗതി പ്രയോഗിക്കുന്നത് എന്നത് പരിശോധിക്കണം. അസ്സലാം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഈമാനിൽ നിത്യമാവുകയും അതേ ഈമാനിൽ മരണപ്പെടുകയും ദാറുസ്സലാമിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന, ദാറുസ്സലാം എന്ന് പറയുന്നത് സ്വർഗ്ഗം, ദാറുസ്സലാമിൽ എത്തിച്ചേരുകയും ചെയ്യുന്നതിനാണ് അസ്സലാം എന്ന് പറയുന്നത്. നിലവിലുള്ള ഈമാനിൽ വിശ്വാസത്തിൽ സ്ഥിരമാകട്ടെ എന്നത് നിലവിൽ ഈമാനുള്ളവർക്ക് മാത്രമേ ഫിറ്റാകുള്ളൂ എന്നതുകൊണ്ടാണ് മുസ്ലിമിനോട് മാത്രം പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ കാരണം. ഈ സാങ്കേതിക ഡിക്ഷണറി ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കാതെ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കാൻ കഴിയൂല. അതുകൊണ്ട് ഈ സാധനങ്ങൾ ചോദ്യത്തിൽ ഒരുപാട് സാങ്കേതിക പ്രയോഗങ്ങൾ ഉണ്ടായിരിക്കും. ഈ സാങ്കേതിക പ്രയോഗങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് ഇത് നമ്മളിങ്ങനെ മനസ്സിലാക്കി കൊടുത്താൽ അത് ശരി തന്നെയാണെന്ന് ആരും പറയും. ഇതിങ്ങനെ മനസ്സിലാക്കി കൊടുത്താൽ അത് ശരി തന്നെയാണ്, ഇതിന്റെ അർത്ഥം എങ്ങനെയെന്ന് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. നമ്മളും അതിന്റെ ഭാഷാർത്ഥം പറഞ്ഞുകൊണ്ട് പെട്ടതാണ്. എന്നാൽ ഈ വിഷയത്തിൽ വഹാബികളും അതുപോലെ മുജാഹിദുകൾ ജമാഅത്തുകാരൊക്കെ അബദ്ധം സംഭവിച്ചു. നമ്മളെങ്കിലും ഓരോ വിഷയത്തിന്റെയും അവർ ഇബാദത്തിനെ പരിഭാഷപ്പെടുത്തി, അതല്ല പറ്റിയ ദുആഇനെ പരിഭാഷപ്പെടുത്തി, എല്ലാ സാധനവും അതേമാതിരി പരിഭാഷപ്പെടുത്തി. അതിന്റെ ഇസ്തിലാഹിനെ പറയുന്നതിന് പകരം ഭാഷാർത്ഥത്തെ പറഞ്ഞതാണ് പ്രശ്നം. ഇവിടെയും അതേ പ്രശ്നമാണുള്ളത്. അതുകൊണ്ട് വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുകയും ചെയ്യണം. ഇവിടൊക്കെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശ്വാസം ഉറക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ പിന്നിലെ താരിഖ് ഉറക്കണം, എന്നാലേ ഉറക്കുള്ളൂ. ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഒരു വിഷയം മനസ്സിലൊരു കാര്യം കൽബിൽ ഉറക്കണമെങ്കിൽ ആ വിഷയത്തിന്റെ പിന്നിലെ താരിഖ് ഉറക്കണം, എന്നാലേ ഉറക്കുള്ളൂ. വഅദ് എന്ന് പറഞ്ഞാൽ തന്നെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഉത്ബോധനം നടത്തുന്നതിനാണ് വഅദ് എന്ന് പറയാം. വഅദിന്റെ നിർവചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മുൻകഴിഞ്ഞ സ്വാലിഹീങ്ങൾ, മഹത്തുക്കൾ എന്നിവരുടെ താരീഖ് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് ഉത്ബോധനം നടത്തുന്നതിനാണ് വഅദ് എന്ന് പറയുന്നത്. ഒരു വിഷയം നമ്മുടെ കൽബിൽ ഉറക്കണമെങ്കിൽ അതിന്റെ പിന്നിലെ താരീഖ് ഉറക്കണം. വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അന്ന് ആദം നബി അലൈഹി ഇസ്ലാമിനെ പടച്ച ദിവസമാണ്. അപ്പോൾ തിങ്കളാഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഫീഹി ഉലിദ്തു, അന്ന് ഞാൻ ജനിച്ച ദിവസമാകുന്നു. ഒരു സംഗതി ഉറക്കുക അതിന്റെ പിന്നിലെ താരീഖ് ഉറക്കുമ്പോഴാണ്. ഉദഹിയ തന്നെ എടുത്തോളി ഉദാഹരണം. നമ്മളൊക്കെ നാടുകളിൽ പോത്തിനറക്കലുണ്ട്.
പോത്തിനറക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ 4 കാര്യങ്ങളാണ് പോത്തിനറക്കാൻ വേണ്ടത്. ഒന്ന്, നല്ലൊരു പോത്തുംകുട്ടി വേണം, പിന്നെ നല്ല മൂർച്ചുള്ള ഒരു കത്തി വേണം, പിന്നെ അറക്കാൻ പറ്റുന്ന ഒരു മല്ലാക്ക വേണം, പിന്നെ പിടിച്ചു തരാൻ പറ്റുന്ന നല്ല മുടുക്കുള്ള 4 ആൾക്കാരും വേണം. 4 പോത്തിനറക്കാൻ വേണ്ടത്. ഇതേ 4 സാധനങ്ങൾ ഉദയത്തിന് ഇറക്കാനും വേണ്ടത്. നല്ല ഉദയത്തിന് പറ്റുന്ന ഒരു മൃഗം വേണം, പിന്നെ നല്ല മൂർച്ചുള്ള ഒരു കത്തി വേണം, അറക്കാൻ പറ്റിയ ഒരാൾ വേണം, പിടിച്ചു തരാൻ പറ്റിയ ആൾക്കാരും വേണം. രണ്ടിനും ഒന്ന് തന്നെയാണ്. വെള്ളിയാഴ്ചത്തെ പോത്തിനറവും ഉദയത്തിന്റെ അറിവിനും വേണ്ട സാധനങ്ങൾ ഒന്നാണ്. രണ്ടും തമ്മിൽ വേർതിരിയുന്നത് എവിടെയാണ്? ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോയ താരീഖ് ഉറക്കുന്നിടത്താണ് രണ്ടും തമ്മിൽ വേർതിരിയുന്നത്. ഈ താരീഖുകൾ കൽബിൽ ഉറപ്പിക്കാൻ നമുക്ക് കഴിയാന്നുള്ളതാണ്. സത്യത്തിൽ താരീഖ് നമുക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഉണ്ടാവില്ലല്ലോ. നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറയുമ്പോൾ എന്ത് പറയും? ബരക്കൽ മുലക്കോ തങ്ങൾ വാപ്പാന്റെ അവിടെ നിന്ന് പറയും. ജമാഅത്തേര് പുതിയ തീരുമാനം അവരുടെ സ്ഥാപന ചരിത്രം ഇനി പറയരുത് എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇനി പറയരുത് എന്നാണ്. കാരണം പ്രശ്നം എന്നുള്ളതാണ്. വഹാബികൾ റഷീദ് റിദയുടെയോ മുഹമ്മദ് അബ്ദയുടെയോ ഒന്നും താരീഖ് പറയില്ല. കാരണം പറഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് നമ്മൾ ആൾക്കാർ താരീഖ് പറയാൻ കഴിയുന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രത്യേകത. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് നമ്മുടെ എല്ലാ മുൻകഴിഞ്ഞ ആളുകളുടെയും കണ്ണിത്തുസ്താനൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എത്രങ്ങാനും പറയാണ്ട്, ശംസുൽ ഉലമ റഹിമഹുല്ലയെ പറയുമ്പോൾ നമുക്ക് എത്രങ്ങാനും പറയാണ്ട്. അത് പറയാനായിട്ട് നമ്മൾ ഒരു ദിവസം പരിപാടി നടത്തും. ശംസുൽ ഉലമയുടെ മനാഖിബ് പറയാനായിട്ട് ശംസുൽ ഉലമ അനുസ്മരണം എന്ന് പറഞ്ഞ ഒരു ദിവസത്തെ പരിപാടി നടത്തിയിട്ട് കുറെ ആൾക്കാർ വന്ന് എല്ലാവരും പറഞ്ഞാലും തീരായിട്ട് അവസാനം നമ്മൾ സൗവനീറാക്കിയിട്ട് ഇറക്കും ചെയ്യും. മറ്റവർക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിയുന്നത് ഈ താരീഖിലാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ആ താരീഖിനെ നമുക്ക് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി സാധ്യമാവുകയും വേണം. ശരിയായ റൂട്ടിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജൂതന്മാര്, ക്രിസ്ത്യാനികൾ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, ലിബറലിസ്റ്റുകൾ എല്ലാവരും ഒരു അസ്ലിൽ ഒരുമിക്കുന്നത് കാണും. മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഹഖിനെതിരെ സംസാരിക്കുന്ന എല്ലാവരും ഒരു അസ്ലിൽ ഒരുമിക്കും. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യക്കുറവിലാണ്. ഉമർ ഉസ്താദിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഈമാൻ കൂടുകയും ഈമാൻ ചുരുങ്ങുകയും ഈമാൻ പുതിയതാവുകയും ഈമാൻ പഴയതാവുകയും ഒക്കെ ചെയ്യും. അൽ കഹ്ഫിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ കഹ്ഫുകാരായിട്ട് പറഞ്ഞിട്ട് വസിദ്നാഹും ഹുദ, അവർക്ക് ഞാൻ ഹുദയെ വർദ്ധിപ്പിച്ചു. കൂടുന്ന ഏത് സാധനവും ചുരുങ്ങും. നമ്മളൊക്കെ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ വെള്ളിയാഴ്ച ജുമഅന്റെ ശേഷം ഇമാമ് ദിക്ർ ചൊല്ലുന്നതിന്റെ മുന്നേ പറയും, ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും. ജദീദാകുന്ന ഏത് സാധനവും ഖദീമാവും. അപ്പോൾ ഈമാൻ പഴയതാകും, ഈമാൻ പുതിയതാകും, ഈമാൻ കൂടും, ഈമാൻ കുറയും. എപ്പോഴാ പുതിയതാകുക, എപ്പോഴാ പഴയതാകുക, എപ്പോഴാ കൂടുക, എപ്പോഴാ കുറയുക? മുഹമ്മദ് നബിയോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യത്തിനനുസരിച്ചാണ് ഈമാൻ പുതിയതാകുന്നതും ഈമാൻ വർദ്ധിക്കുന്നതും ഈമാൻ കൂടി വരുന്നതും അല്ല. അതുകൊണ്ട് നമ്മുടെ ഉമ്മത്തിന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യത്തെ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധ്യമാവണം. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈമാൻ സ്ഥിരപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. എല്ലാവരും വ്യത്യസ്തമായി വരുന്നത് അവിടെയാണ്. കുറച്ച് പിന്നെ 3 ആൾക്കാർ ഒരു ദിവസം ഇങ്ങനെ നല്ല തുണിക്കുപ്പായൊക്കെ എടുത്തിട്ട്, കുറച്ച് നീളമുള്ള തുണിക്കുപ്പായൊക്കെ എടുത്തിട്ട് തൊപ്പി കെട്ടിട്ട് പേരേക്ക് വന്നു. ഒരു പിന്നെ ദൂരസ്കാരം കഴിഞ്ഞിട്ട് അപ്പോൾ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. ഞങ്ങൾ നസിഹത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു. മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് നീളമുള്ള കുപ്പായൊക്കെ ഇട്ടിട്ട് അങ്ങനെ വന്നാണ്ട് അപ്പം ആയിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ നസിഹത്ത് കേൾക്കാതിരിക്കുമ്പോൾ അങ്ങനെ നല്ലവർക്ക് ഇരുന്നെടുത്ത് അപ്പോൾ ഇതിലെന്തോ ഒരു പന്തികേട് ഉണ്ടെന്ന് തോന്നിയപ്പോൾ പറഞ്ഞു, അല്ല ഞങ്ങൾ ഇങ്ങനെ എടുത്തുന്ന ഒരു നസിഹത്ത് ഇങ്ങോട്ട് കേൾക്കാൻ വേണ്ടി വന്നതാണ്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞു. ഏതായാലും കിട്ടിയ ചാൻസ് അല്ലേ എന്ന ഞാൻ പറഞ്ഞു, മുത്തിനെ പിന്നെ നല്ലോണം സ്നേഹിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് വേണ്ട തന്നെ, നല്ല നസിഹത്തായി, എന്നാൽ പിന്നെ പോകുക എന്ന് പറഞ്ഞാൽ പോകാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, മുത്തുനബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നല്ലോണം സ്നേഹിക്കണം എന്ന് വീണ്ടും പറഞ്ഞു. അത് വേണ്ട തന്നെയാണ് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു, അല്ല നിങ്ങൾക്ക് നബിമാര് തെറ്റ് ചെയ്യുമെന്ന അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, അത് ചെയ്യും, ഒരു മനുഷ്യന്മാരനല്ലേ, ഒരു ചെയ്യുമല്ലോ പറഞ്ഞു. നമ്മളെ നബിയോ എന്ന് ചോദിച്ചു. നമ്മളെ നബിയും ചെയ്യും എന്ന് പറഞ്ഞു. നിങ്ങൾ ഒന്ന് പറഞ്ഞാണ് പറഞ്ഞപ്പോൾ അതിലൊരാൾ 1 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിൽക്കട്ടെ, നിങ്ങൾക്ക് 1 എന്ന് എണ്ണാൻ കിട്ടിയില്ല, എനിക്കതും കിട്ടൂല. തെറ്റുള്ള മുത്തുനബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെറ്റ് നീ പറയണ്ടല്ലോ, എണ്ണിയാ മതിയല്ലോ. 1 എന്ന് എണ്ണിയില്ലേ, നിങ്ങൾക്ക് 1 എണ്ണാൻ കിട്ടിയല്ലോ, എനിക്കതും കിട്ടൂല. ഞാനും നിങ്ങളും വ്യത്യാസപ്പെടുന്നത് ഈ കാര്യത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ വിദേഹത്തിന്റെ കസ്രി മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലുസുന്നത്ത് വൽ ജമാഅ വ്യത്യാസപ്പെടുന്നതും അവിടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ വ്യത്യാസങ്ങളൊന്നും നമ്മൾ ഇതേമാതിരി പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. നമ്മളൊരു ജമാഅത്തേരനെ കണ്ടു, പിന്നെ പള്ളിയൊക്കെ നിൽക്കാൻ വേണ്ടി വന്നൊരു ജമാഅത്തേരം. അപ്പൊ നമ്മൾ അനക്ക് നബിനോട് താല്പര്യമില്ലാത്തതാണുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഓൻ സമ്മതിക്കൊന്നുമില്ല. കുഴപ്പം എന്താന്ന് വൈദ്യനാണ് അറിയേണ്ടത്, അല്ലാതെ രോഗിക്കല്ല. ഡോക്ടർക്ക് അറിയണം എന്താ അവന്റെ കുഴപ്പം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽബിക്കണ്ട് കയറിയാൽ ശൂന്യല്ലാതെ ആകാൻ കഴിയൂല എന്നുള്ളതാണ്. അതുകൊണ്ട് അത് കൽബിലേക്ക് കയറ്റി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. വരും കാലഘട്ടങ്ങളിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ സംശയങ്ങളും നബി തങ്ങളിലേക്കാണ് മടങ്ങുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പറഞ്ഞാലാണ് അത് മനസ്സിലാക്കുക. ഫളായിലുകൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടങ്ങും. അതിനാൽ ആക്ഷേപങ്ങൾ മുഴുവനും നബിയിലേക്ക് മടങ്ങും. എല്ലാ ഫളായിലും നബിയുമായി ബന്ധപ്പെട്ടതാണ്. വെള്ളിയാഴ്ചക്ക് പ്രത്യേകത ഉണ്ട്, മുഹമ്മദ് നബിക്ക് പ്രത്യേകത ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. തിങ്കളാഴ്ചക്ക് പ്രത്യേകത ഉണ്ട്, മുഹമ്മദ് നബിക്ക് പ്രത്യേകത ഉണ്ട്. റമദാൻ മാസത്തിന് പ്രത്യേകത ഉണ്ട്. റമദാൻ മാസം നൂഹ് നബിക്കുണ്ടല്ലോ. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ ആദം നബി മുതലുള്ളതാണ്. മുഹറം മാസം നൂഹ് നബിക്കുണ്ട്. മുഹറം മാസത്തിന്റെ റമദാൻ മാസം നൂഹ് നബിക്കുണ്ട്. റമദാൻ മാസത്തിന്റെ ഫളായിൽ നമുക്ക് മാത്രമുള്ളതാണ്. റമദാൻ മാസത്തിന്റെ പ്രത്യേകത ആ മാസത്തിൽ ഖുർആൻ ഇറങ്ങി എന്നുള്ളതല്ലേ. ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഫളായിലുകൾ മുഴുവനും മുഹമ്മദ് നബിയിലേക്കാണ് മടങ്ങുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് എന്തെല്ലാം ലൈലത്തുൽ ഖദ്ർ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്താ കാരണം? മുഹമ്മദ് നബിക്ക് ഫളലുണ്ട് എന്നുള്ളതാണ്. ലൈലത്തുൽ ഖദ്ർ മറ്റാർക്കുമില്ല. ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത ലൈലത്തുൽ ഖദ്ർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ഖുർആൻ ഇറങ്ങി എന്നതാണ്. ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയതാണ്. അതിനാൽ എല്ലാ ഫളായിലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടങ്ങും. നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗത്തിന് 100 ദറജ ഉണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത്. അതിൽ ഏറ്റവും മഹത്തായ 1-ാം ദറജ അല്ലെങ്കിൽ 100-ാം ദറജ, അത് എവിടുന്ന് എണ്ണ വെച്ചാൽ അതിനനുസരിച്ചാണ്. 100-ാം ദറജയാണ് അല്ലെങ്കിൽ 1-ാം ദറജയാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറഞ്ഞത്. 1-ാം ദറജയിലും 2-ാം ദറജയിലും 3-ാം ദറജയിലും ഇല്ലാത്ത എന്താണ് ഫിർദൗസിലുള്ളത്? 1-ാം ദറജയിലും 1,00,000 ഖാദിമീങ്ങളാണ്. 1-ാം ദറജയിലും 40 വീട് ചേർന്ന ഒറ്റ വീടാണ്. 1-ാം ദറജയിലും ധരിക്കാനുള്ള ആഭരണം 40 വീടിന്റെ നടുവിലുള്ള മരത്തുമ്മ കാഴ്ചക്കാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. 1-ാം ദറജയിലും ഓമ്പഴം തിന്നണമെന്ന് ആലോചിക്കുമ്പോഴേക്ക് തോലൊഴിച്ചിട്ട് തൊള്ളേക്ക് വരികയാണ്. 100-ാം ദറജയിലും അത് അങ്ങനെ തന്നെയാണ്. പിന്നെ എന്താണ് 1-ാം ദറജയും 100-ാം ദറജയും തമ്മിൽ വ്യത്യാസം? ജന്നാത്തുൽ ഫിർദൗസിന്റെ പ്രത്യേകത ഫളല് അവിടെ മുഹമ്മദ് നബി ഉണ്ട് എന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഫളായിലുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടങ്ങുന്നതാണ്. ദുനിയാവിലെ ഏറ്റവും ഖൈറായ ഉമ്മത്തി നമ്മളാണ്. എന്താ കാരണം? ഹല്ലുക്കും ഫി ദുനിയാ ഇയ്യായ, ദുനിയാവിൽ അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ തന്നെയാകുന്നു എന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റ്, ഈ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ് ആക്ഷേപങ്ങളൊക്കെ മുഹമ്മദ് നബിയിലേക്ക് മടക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതും ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ടതുമായ കാര്യം. ഖുർആനിനെ ആക്ഷേപിക്കുന്ന ഒരാൾ ഖുർആനിനെ മോശമാക്കലല്ല ഉദ്ദേശിക്കുന്നത്, മുഹമ്മദ് നബിയെ മോശമാക്കലാണ്. സിറാത്ത് പാലത്തെ വിമർശിക്കുന്ന ഒരാൾ സിറാത്ത് പാലത്തെ മോശമാക്കലല്ല ഉദ്ദേശിക്കുന്നത്, മുഹമ്മദ് നബിയെ മോശമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വരുന്ന കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്ത് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണത്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി പഠിക്കണം. വേണമെങ്കിൽ നമുക്ക് ഉദാഹരണങ്ങൾ പരിശോധിക്കാൻ പറ്റും. ഏറ്റവും അടുത്തായിട്ട് വന്നിട്ടുള്ള ചില വിവാദങ്ങൾ. ഒരിക്കൽ ഒരാള് നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്പം കള്ള് കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ നബി തങ്ങൾ ആ കള്ള് കിട്ടിയേക്കെന്ന് ചോദിച്ചാടാ, ഇത് കൊണ്ടുവരുന്നത് ആരും കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഇല്ല നബിയെ, ഞാനത് ഇല കൊണ്ട് മറച്ചു പിടിച്ചാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. അന്ന് അങ്ങോട്ട് കാട്ടിക്കാന്ന് പറഞ്ഞാണ്ട് വാങ്ങിങ്ങാണ്ട് കുടിച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവാദമാണ്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നാ, പഠിച്ചവനെ എന്തെങ്കിലും ഉണ്ടായോ നാവോ അല്ലാ അന്നത്തെ കാലത്ത് എന്ന് തോന്നിയാൽ ഈമാന്റെ അഡ്രസ്സും ഫോൺ നമ്പറും വാട്സപ്പ് നമ്പറും ഇമെയിൽ ഐ ഡി ഒക്കെ പോയിട്ടുണ്ടാവും. മറുപടി പിന്നെ ആരോടെങ്കിലും ചോദിച്ചുണ്ടാക്കി കൊടുത്തിട്ട് വേണം. അപ്പോഴേക്ക് ഈമാൻ പോയി. ലവലേശം മുഹമ്മദ് നബിയിൽ സംശയം തോന്നിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ ആ സെക്കൻഡിൽ പോയിരിക്കും. മറുപടി പിന്നെ വരുള്ളൂ. മറുപടി കിട്ടാതെ തന്നെ ഇന്ത്യൻ നബിന്റെ ഇരുന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് പറയുന്ന കൽബ് പുതിയ തലമുറ കൊടുക്കാൻ നമുക്ക് കഴിയണമെന്ന്. നമുക്കുണ്ടാണെന്നല്ല, നമുക്കുണ്ടാവും. പുതിയ തലമുറക്ക് അങ്ങനെ ഒരു കൽബിനെ കൊടുക്കാൻ നമുക്ക് കഴിയണം. അവിടെയുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിജയിച്ചത് മിഅ്റാജിന്റെ രാത്രി പോയി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബമക്ക് തല വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ ഇരുത്ത അബൂജഹൽ കണ്ടു ലഅനത്തുല്ലാഹി. അബൂജഹൽ ചെന്ന് ചോദിച്ചു, മുഹമ്മദെ പുതിയ വല്ല വിവരം ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുന്നിടത്തുനിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക്, അവിടുന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അവിടുന്ന് ആകാശങ്ങൾ കയറി അള്ളാഹുവിനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് പോരുന്ന വഴിക്ക് മൂസാ നബിനെ കണ്ട് അങ്ങോട്ട് പോയി നേരം വെളുത്തപ്പോൾ ഞാൻ മക്കത്തന്നെ എത്തി എന്ന് പറഞ്ഞപ്പോൾ അബൂജഹൽ ഒരു ചിരിയാണ് ചോദിച്ചു. ആ ചിരിയുടെ അർത്ഥം നമുക്കറിയാലോ, ഒരുമാതിരി ചിരി, ആക്കണ ചിരി ചിരിച്ചു. എന്നിട്ട് അവന്റെ ആൾക്കാരെ കൊണ്ട് വിളിച്ചു, എല്ലാവരും വണ്ടിയിലിടാം, സംഗതി ഒരു പ്രത്യേക വിടൽസ് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവരും വെയ്യുന്നതാണ്. അങ്ങനെ എല്ലാവരും വിളിച്ചെടുത്തിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി ഉറങ്ങുന്നിടത്തുനിന്ന് മുഹമ്മദ് നമ്മളൊരു 10-40 ദിവസമൊക്കെ കുതിരപ്പുറത്ത് സഞ്ചരിച്ചാൽ മാത്രം എത്തുന്ന ബൈത്തുൽ മുഖദ്ദസ് കണ്ട് പോയിട്ട് അവിടുന്ന് 7 ആകാശങ്ങൾ കയറി അവന്റെ അള്ളാനൊക്കെ കണ്ട് നേരിട്ട് വർത്താനൊക്കെ പറഞ്ഞ് പോരുന്നവയ്ക്ക് മൂസാ നബിനെ കണ്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങനെ കൂടി നേരം വെളുത്തപ്പോൾ കിടക്കപ്പായിൽ എത്തിയെന്ന പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ആ ചിരി രണ്ടാമവും ചിരിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദൂരെ അങ്ങനെ ഒഴിഞ്ഞിട്ടുണ്ട്. മുമ്പ് അടുത്ത് നിന്ന് ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അലി ചോദിച്ചു, ഒന്നും അറിഞ്ഞില്ല ചോദിച്ചു. ഇല്ല, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല പറഞ്ഞു. ഇന്നത്തെ അല്ലേ കേൾക്കേണ്ടത് കാരണം എന്തേന്ന് ചോദിച്ചു. അലി വിവരങ്ങൾ പറഞ്ഞു, ഇന്നലെ രാത്രി ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ ചോദ്യമാണ്, ഇത് എന്റെ നബി പറഞ്ഞ തന്നെയാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? പറഞ്ഞ തന്നെയാണ്. ഉറപ്പായിട്ടും പറഞ്ഞ തന്നെയാണോ? ഉറപ്പായിട്ടും പറഞ്ഞതാണ്. എന്നാൽ അബൂബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ നബിതങ്ങളാണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാലേ ആൾക്കാർ സുന്നിയാലാവുള്ളൂ. ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിയണം. പുതിയ തലമുറ നമ്മളെയാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ തലമുറക്ക് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ തരത്തിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ അവരുടെ ഈമാനിനെ അളക്കാൻ പറ്റൂല. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പറ്റും. ഇതെങ്ങനെ കഴിയാം? ഒരു 5-6 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ 6ാമത്തെ ചോദ്യം തരുമ്പോൾ തന്നെ അവന്റെ കൽബ് പറയും, ഉത്തരം ഉണ്ടാവും, എനിക്കറിയാറ്റേക്കാരം. അതിന് പകരം ചോദ്യം വരുമ്പോൾ നമ്മൾ മറുപടി പറയാതിരിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന രീതി തുടരുന്നു. അപ്പൊ നമ്മളൊക്കെ ഏതായാലും മാലിന്യം ജോലി ചെയ്യാണ് എന്ന് വിചാരിക്കും. അപ്പം മാലിന്യം നമ്മൾ ലോറിസ്കാരം അസർസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ റൂമുക്ക് വന്നാണ്ട് എന്തെങ്കിലും ഇഷ്കാലി ചോദിച്ചാൽ തുടങ്ങാൻ കിട്ടോ സംഗതി പോയി എന്നാ തോന്നുന്നതെന്ന് നമുക്ക് തോന്നുന്നു. അങ്ങനല്ല, കൃത്യമായ മറുപടി പറഞ്ഞു കൊടുത്താൽ 5 ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് കിട്ടിയാൽ 6ാമത്തെ ചോദ്യം വരുമ്പോൾ അവരുടെ കൽബ് പറയും, ഉത്തരമൊക്കെ ഉണ്ടാവും, എനിക്കറിയാറ്റേക്കാരെന്ന്. ഈ 5 ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് ഓരോന്നും. ഹദീസിന് സംശയം ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഏതെങ്കിലും ഒരു ഹദീസിൽ സംശയം ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് ഈ ഹദീസ് എവിടെയുള്ളതെന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. എവിടെയാണ് ഈ ഹദീസ് ഉള്ളത്? അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം ഇത് എവിടെയുള്ളതെന്ന് ആദ്യം നോക്കണം. ഇത് സഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിന്റെ യഥാർത്ഥം?
അതിന്റെ ശറഹുകൾ ഉൾപ്പെടെ, അതിന്റെ സബബ് ഉൾപ്പെടെ, അതിന്റെ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ വളരെ കറക്റ്റ് ആയിരിക്കും. എന്താ സംഭവം എന്നറിയാമോ? ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു പാനീയം അന്ന് കുടിക്കൽ പതിവുണ്ട്. അതിന്റെ രൂപം പറയണത്, ഈത്തപ്പഴം ഇങ്ങനെ ഒരു റൂമിൽ അട്ടിടും, എന്നിട്ട് അതിലിങ്ങനെ ഇടയ്ക്ക് വെള്ളം കുടഞ്ഞു കൊടുക്കും. അപ്പൊ നല്ല മധുരമുള്ള ഒരു പാനീയം അതിന്റെ താഴെ കൂടെ ഇങ്ങനെ ഊറിയിട്ട് അത് പാത്രത്തിലേക്ക് ശേഖരിക്കും. ഇന്ന് അതിന് നമുക്ക് അസീർ എന്ന് പറയാം, ജ്യൂസ് എന്ന് പറയാം. അന്ന് ജ്യൂസ് എന്ന സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല. മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതിന് കുഴപ്പമില്ല. പക്ഷെ അതിന് ഹദീസിൽ ഉപയോഗിച്ച വാക്ക് അസീറാണ്. ഈ വാക്കാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അതായത് അതിന് ഉപയോഗിച്ച ഒറിജിനൽ വാക്ക് ഞാൻ മനഃപൂർവ്വം പരാമർശിക്കാതിരിക്കുന്നു. ആ വാക്ക് ഇന്ന് ഗൂഗിളിൽ അടിച്ചാലേ അതേ പേരിൽ ഒരു ഇന്റർനാഷണൽ കമ്പനി ഒരു മദ്യം പുറത്തിറക്കിയിട്ടുണ്ട് എന്നതാണ് കാരണം. അപ്പൊ അത് ഗൂഗിളിൽ അടിച്ചാൽ ഒരു കള്ളിന്റെ പരസ്യമാണ് വരായ്മ തെറ്റിദ്ധരിച്ചതാണ് സംഗതി. അങ്ങനത്തെ ഒരു സാധനം, ഒരു അസീർ, ഒരു സാധനം അന്ന് കുടിക്കൽ പതിവുണ്ട്. ആ സാധനം ഒരാൾ നബി തങ്ങൾക്ക് കൊണ്ടുവന്നു കൊടുത്തു. ഈത്തപ്പഴത്തിൽ നിന്ന് ശേഖരിച്ച ഒരു പാനീയം. അതേ സാധനം കള്ളാക്കി മാറ്റിയും ഉപയോഗിക്കൽ പതിവുണ്ട്. ഇതിനെ കള്ളാക്കി എങ്ങനെ വെച്ചാൽ വെയിലത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിൽ നേരിയും പതിയൊക്കെ വന്നിട്ട് പുളിക്കും. അങ്ങനെ പുളിച്ച് കേട് വന്നത് കള്ളായി മാറും. ഈ സാധനം കിട്ടിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, സഹോദര, ഇത് വെയിൽ കൊണ്ടിട്ടില്ലല്ലോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല നബിയെ, ഞാൻ അത് ഇല കൊണ്ട് മറച്ചു പിടിച്ചായിരുന്നു കൊണ്ടുവന്നത് എന്ന് പറഞ്ഞപ്പോൾ കള്ളായി മാറിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് കുടിച്ചു എന്നുള്ള സംഭവത്തെ നേരെ വഴിതെറ്റിച്ചതാണ്. ഏത് ഹദീസിൽ സംശയം തോന്നിയാലും അതേ ഹദീസ് തന്നെ ആയിക്കൊന്ന് പഠിക്കണം. അതിന്റെ സബബ് ഉൾപ്പെടെയുള്ള, അതിന്റെ സനദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആദ്യം പഠിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ സംശയം തീർന്നു പോകും. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വരുന്ന സംശയമൊക്കെ നബി തങ്ങളെ കുറിച്ചായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉദാഹരണം കൂടി വേണമെങ്കിൽ പറയാൻ പറ്റും. ഫേസ്ബുക്കിലൊക്കെ ഈ അടുത്ത് കാണാൻ തുടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിൽ നിന്ന് പ്രധാനികളും കൂടി ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നു. അപ്പോൾ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പെൺകുട്ടി നബിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഒരാട്ടിടയന്റെ കൂടെ ശയ്യയിൽ പങ്കിടാൻ, ഒരാട്ടിടയന്റെ കൂടെ കിടന്നുറങ്ങാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാരോട് അവൾക്ക് ഒരു കൂട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്ത് വേഗത്തിൽ തിരിച്ചയക്കണമെന്ന് നിർദ്ദേശിക്കുകയും അങ്ങനെ ഒരു കൂട്ട് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തുകൊണ്ട് വേഗം തിരിച്ചയക്കുകയും ചെയ്തു എന്നാണ് ഒരു വിമർശനം. അതേമാതിരി നേരത്തെ പറഞ്ഞ അതേമാതിരിയാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എങ്ങാനും പഠിച്ചോനെ അന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായോന്നാവോ എന്ന് തോന്നിയ സംഗതി പ്രശ്നമായി. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനൊരു സംഭവം അവിടെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സംഭവം മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സഹീഹിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അതെന്താ സംഗതി വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന സമയത്ത് മദീനക്കാരനായ ഒരു അൻസാരി തന്റെ മകളെ നബി തങ്ങൾക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ മോളൊട്ട് ചെന്നപ്പോൾ മോള് സമ്മതിക്കണല്ലോ. അതിനെന്ത് പറഞ്ഞു? മദീനയിൽ പുതിയ ഒരു രാജാവ് വന്നിട്ടുണ്ട്, രാജാവിനൊരു കല്യാണാലോചന നടക്കുന്നുണ്ട്, അന്നെ ഞാൻ രാജാവിനെ കൊണ്ട് കെട്ടിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ മോള് പറഞ്ഞു, ആയിക്കോട്ടെ, രാജാവിനെ കൊണ്ടല്ലേ എന്ന്. അങ്ങനെ പോയിട്ട് മൂപ്പര് നബിനോട് പറഞ്ഞു, എന്റെ മോളെ വെക്കാൻ കെട്ടിച്ചെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞു. ഇതിന്റെ ചടങ്ങ് നടക്കുകയാണ് ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ. അതായത് ഈത്തപ്പനത്തോട്ടം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഓഡിറ്റോറിയാണ്. അന്ന് കല്യാണം നടക്കുന്ന സ്ഥലമാണ് എവിടെ? ഈത്തപ്പനത്തോട്ടത്തിലാണ് അന്നത്തെ എല്ലാ കല്യാണം നടക്കുക. അപ്പൊ അന്നത്തെ ഓഡിറ്റോറിയാണ് ഈത്തപ്പനത്തോട്ടം. അവിടെ അങ്ങനെ കല്യാണം നടക്കുകയാണ്. നബിന്റെ കൂടെ സഹാബത്തിന്റെ റളിയല്ലാഹു അൻഹു, പെണ്ണിന്റെ കൂടെ പെണ്ണിന്റെ വാപ്പയും കുടുംബക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ രണ്ടു കൂട്ടരും വന്നിട്ടുള്ള കല്യാണമാണ്. ഈ കല്യാണം നടക്കുന്ന സദസ്സിൽ വെച്ച് ആദ്യമായിട്ട് ഈ പെണ്ണ് നബി തങ്ങളെ കാണാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വാപ്പ പറഞ്ഞത് രാജാവിനെ കൊണ്ട് കെട്ടിക്കാന്നാണല്ലോ, ഇത് രാജാവൊന്നല്ലല്ലോ, ഒരു ആടിനെ നോക്കുന്ന ആളാണല്ലോ എന്ന് പെണ്ണിന് തോന്നി. ഈ വിവരം പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കാനുള്ള വസ്ത്രം വാങ്ങിക്കൊടുത്തിട്ട് തിരിച്ചയച്ചു എന്നതാണ് താരിഖ്. അപ്പൊ എന്താ സംഭവിച്ചാൽ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റിദ്ധരിപ്പിക്കലാണ് ഇനിയുള്ള കാലത്ത് നമ്മൾ ഭീഷണിയോടുകൂടെ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ നിരീശ്വരവാദം, യുക്തിവാദം, ലിബറലിസം തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും പ്രതിരോധിക്കാൻ നമുക്ക് സാധ്യമാവും. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ ആളുകളെ അടിയുറപ്പിച്ച് നിർത്താൻ സാധിക്കും. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിയുന്നത് മുൻഗാമികളായ നമ്മുടെ ആളുകളുടെ താരീഖാണെന്ന് ഞാൻ പറഞ്ഞു. അത് നല്ലോണം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മളെ സമസ്തയുടെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറിയും മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന പി മുഹമ്മദ് ഫൈസി ഒരിക്കൽ ബഹുമാനപ്പെട്ട ഹൈദരലി ഷാവ് തങ്ങളുടെ പാപ്പാനെ കുറിച്ച് പറഞ്ഞ ഒരു അനുഭവം ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. ഈ സുന്നി മഹല്ല് ഫെഡറേഷൻ പഴയ കാലത്ത് ഇർഷാദുൽ യാഫി എന്ന അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിന് ഒരു ശറഹ് പ്രസിദ്ധീകരിച്ചിരുന്നു. ഒരു സുന്നി മഹല്ല് ഫെഡറേഷന്റെ സാമ്പത്തിക ഇതിന് വേണ്ടിയിട്ടാണ്, കലക്ഷന് വേണ്ടിയിട്ട് പ്രസിദ്ധീകരിച്ചത്. അങ്ങനെ ആ ശറഹ് പ്രസിദ്ധീകരിച്ച് അതിന്റെ വിതരണമൊക്കെ കഴിഞ്ഞ് അതിന്റെ കണക്കും ബാക്കി പൈസയും ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടും കൂടി പി മുഹമ്മദ് ഫൈസി ഒരു ബാഗിൽ, പിന്നെ പഴയ സ്ഥാനത്തൊക്കെ എത്ര പോകുന്ന ബാഗ് ഉണ്ടാവും, ഒരു ചെറിയ ബാഗ്. ഇപ്പൊ ആരും അങ്ങനെ കൊണ്ടുവരക്കില്ല, ഇപ്പൊ പുറത്തുനിന്ന് ബാഗായിട്ടല്ലായിരുന്നു നടക്കുക. കുഴപ്പമൊന്നുമില്ല, എന്തായാലും പഴയ സ്ഥാനത്ത് അങ്ങനെ ഒരു ബാഗ് ഉണ്ടാവും. അങ്ങനെ പിയുടെ അടുത്ത് ചെറിയൊരു ബാഗ് ഉണ്ട്. അതിൽ ഇതിന്റെ കണക്കും ഉണ്ട്, ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടുണ്ട്, ബാക്കി പൈസ ഉണ്ട്. അപ്പൊ അതായിട്ട് ഇങ്ങനെ ഒരു ദിവസം പരിപാടിക്ക് പോയിട്ട് കോട്ടക്കൽ താഴെ, ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് കോട്ടക്കൽ താഴെ ഇന്ത്യൻ റോഡിൽ പോകണം, അവിടെ ഒരു സാഹിബിന്റെ പള്ളി എന്നൊരു പള്ളിയുണ്ട്. അപ്പോൾ പി മുഹമ്മദ് വൈസ് രാത്രി അവിടെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് വരുമ്പോൾ സാഹിബിന്റെ പള്ളിയൊക്കെ കയറി കടന്നു. അങ്ങനെ അതിനോട് സ്ഥാനമൊക്കെ പഴയ കാലത്ത് കിടക്കുന്ന ഒരു പള്ളിയാണ് സാഹിബിന്റെ പള്ളി. സാഹിബിന്റെ പള്ളിയൊക്കെ കയറി കടന്നപ്പോൾ ഈ ബാഗ് പൈസയും കണക്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ തലക്ക് വെച്ചങ്ങാണ്ട് മുമ്പ് കടന്നിറങ്ങി. രാവിലെ നീച്ചു നോക്കുമ്പോൾ ബാഗില്ല. ആകെ ബേജാറായി. കാരണം എന്താ വെച്ചാൽ പൈസയും കണക്കും ഉണ്ട് എന്നുള്ളതല്ല, ഓഡിറ്റ് റിപ്പോർട്ടും അതിലാണ്. അതായത് പൈസ ഇല്ലെങ്കിൽ ഉണ്ടാക്കിയുണ്ടാവും, കണക്കുമാണെങ്കിൽ ഉണ്ടാക്കാം.
ഓഡിറ്റ് റിപ്പോർട്ട് പോയി എന്ന് പറഞ്ഞാൽ എത്രയോ മുക്കിയത് എന്നൊരു അന്തം ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. അത് പ്രശ്നമല്ലോ. അതിലാകെ ബേജാറായിട്ട് എന്ത് ചോദിച്ചാൽ ഹൈദരലി ഷാവ് തങ്ങൾ അടുത്തേക്ക് രാവിലെ ചെന്നു. പി പി നേരിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പി പി സ്ഥാനം മരണപ്പെട്ടു പോയി, അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. സമസ്തയുടെ വലിയൊരു ഖാദിമായിരുന്നു. അപ്പോൾ പിന്നെ ഹൈദരലി ഷാവ് തങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ വേഗം ചെന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഒരു അബദ്ധം ഉണ്ട്, വലിയൊരു സംഭവം എന്താ ചോദിച്ചു. അതിൽ പറഞ്ഞു, എൻ്റെ ഇർഷാദുൽ യാഫിയുടെ കണക്കും അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ടും പൈസയും മൂന്നും നഷ്ടപ്പെട്ട് ബാഗ് പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് നമുക്ക് ഉണ്ടാക്കിയുണ്ടാവും, ആ കണക്കിന് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. അത് സാറല്ലേ പി പി എന്ന് പറഞ്ഞിട്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞുകൊണ്ട് ദ്വാരന്നുകാണ്ട് പൊയ്ക്കോളി കിട്ടിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ മടങ്ങി വരുമ്പോൾ മലപ്പുറം വല്യങ്ങാടിയിലെത്തിയപ്പോൾ ഹസൻ ഷെരീഫ് കുരിക്കൽ വരുന്നത് കണ്ടു. പഴയകാലത്ത് കാറുള്ള അപൂർവം ആളുകളിൽ ഒരാളാണ് ഹസൻ ഷെരീഫ് കുരിക്കൽ. അംബാസഡർ കാറ് പഴയകാലത്ത് അപൂർവം ആൾക്കാർക്ക് ഉണ്ടാകുക. അങ്ങനെ ഹസൻ ഷെരീഫ് കുരിക്കൽ കാറിൽ വരുന്നു. പീപ്പിനെ കണ്ടപ്പോൾ കാറ് നിർത്തിയിട്ട് പറഞ്ഞു, അല്ല പി പി, നിങ്ങളെ കയ്യിലുണ്ടായിരുന്ന ആ ബാഗില്ലേ, ആ ബാഗ് ഉണ്ടല്ലോ കോട്ടക്കൽ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിനോടത്ത് അരിച്ചാലിൽ കിടക്കണമെന്ന് പറഞ്ഞു. വേഗം കോട്ടയ്ക്ക് പോയി അരിച്ചാലിൽ ചെന്ന് നോക്കുമ്പോൾ ബാഗും ഉണ്ട്, കണക്കും ഉണ്ട്, ഓഡിറ്റ് റിപ്പോർട്ടും ഉണ്ട്, പൈസ ഇല്ല. ഹൈദരലി ഷാവ് തങ്ങൾ എടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞങ്ങളപ്പ കണക്കും കിട്ടിയിട്ടുണ്ട്, ബാഗും കിട്ടിയിട്ടുണ്ട്, ഓഡിറ്റ് റിപ്പോർട്ടും ഉണ്ട്, പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്രേ, അത് നിങ്ങളപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ. സുന്യാളല്ലാതെ ആർക്കാ ഇങ്ങനെ ഒരാളെ പറഞ്ഞു കൊടുക്കേണ്ടാകുക. നമ്മോട് ഒരാൾ വന്നിട്ട് ഒന്ന് ദ്വാരിപ്പിക്കേണ്ടിയിരുന്ന് എവിടുക്കാ പോകുക എന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ പറഞ്ഞു കൊടുക്കാണ്ടാവും. ഒരു ജമാഅത്തേന്റെ അടുത്തോ ഒരു വഹാബിയുടെ അടുത്തോ ചെന്നിട്ട് ഒന്ന് ദ്വാരിപ്പിക്കേണ്ടിയിരുന്ന് അതിന് എടുക്കാന്ന് പോകുക എന്ന് വെച്ചാൽ തലമ അങ്ങനെ മാന്തിയിട്ട് ഈ ജനം ദ്വാരനോട് എന്ന് പറയുന്നുള്ളതാണ്. നമുക്ക് ഇങ്ങനെ കുറെ ആൾക്കാരുടെ താരീഖ് പറയാനുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ പ്രത്യേകത. അതുകൊണ്ട് സമസ്തയുള്ള ജമിയത്തുൽ ഉലമ നമ്മുടെ ആദർശ പ്രസ്ഥാനമാണ്. സമസ്തയെ പറയാന്ന് പറഞ്ഞാൽ എന്താ, സമസ്തന്റെ ആൾക്കാരെ താരീഖ് പറയാൻ തന്നെയല്ലേ. സമസ്തനെ പറ്റി പറയാന്ന് പറഞ്ഞാൽ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പാന്റെ താരീഖ് പറയാന്നാണ്. എന്താ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ? ഒരു മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുന്ന ആത്മീയ ഉന്നതികൾ, ഒന്ന് നുബുവത്താണ്, രണ്ടാമത്തേത് സിയാദത്താണ്, മൂന്നാമത്തേത് ഇൽമാണ്, നാലാമത്തേത് വിലായത്താണ്. അതിൽ നുബുവത്ത് എന്ന് പറയുന്നത് ഒരാൾക്ക് അധ്വാനിച്ചാൽ കിട്ടുന്നതല്ല, അള്ളാഹുവിന്റെ ഇസ്തിഫാഅാണ്. ബാക്കിയുള്ള സിയാദത്ത്, വിലായത്ത്, ഇൽമ് മൂന്നിനെയും ഒരുമിച്ച് കൂട്ടിയ ആളായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞ ആള്. ആലിമാണ്, സയ്യിദാണ്, വലിയാണ്. വരക്കൽ അലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്നത് വലിയാണെന്ന് മാത്രമല്ല, ഒരു കാലത്തെ കുത്തുബാണ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഖാദിരിയ ത്വരീഖത്തിന്റെ അമൽ സ്വീകരിച്ചിട്ടുള്ളത് വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് തന്നെയാണ്. ഖാദിരിയ ത്വരീഖത്തിന്റെ അമൽ കൊടുക്കുന്ന വലിയൊരു ഷെയ്ഖാണ്, കുത്തുബാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ ഓരോ ആൾക്കാരെയും പഠിച്ചു നോക്കിയാൽ എന്തുകൊണ്ട് സമസ്ത എന്നതിന്റെ ഉത്തരം കിട്ടും. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുമ്പോൾ ചെല്ലാൻ വേണ്ടിയിട്ട് 5 ദ്വാരക്കുന്ന ആൾക്കാരെ നമ്മള് 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിങ്ങാണ്ട് മരിച്ച ആളായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷനായിരുന്ന മഹാനായ ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ. അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അതുകൊണ്ട് സമസ്തയുടെ ഫളാഇൽ എന്ന് പറഞ്ഞാൽ സമസ്തയുടെ ആളുകളുടെ ഫളാഇലാണ്. ഏത് അങ്ങനെ തന്നെയാണ്. ഒരു സ്ഥാപനത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ സ്ഥാപനത്തിന്റെ ആളുകളുടെ ഫളീലത്താണ് പറയാം. ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഏതൊരു മനുഷ്യന്റെയും ആദ്യത്തെ പ്രത്യേകത അവന്റെ വാപ്പാന്റെ പ്രത്യേകതയ്ക്കാരം. രണ്ടാമത്തെ പ്രത്യേകത വല്ലിപ്പാന്റെ പ്രത്യേകതയാണ്. നബി തങ്ങളുടെ 20 വാപ്പാരെ പേര് പഠിക്കാൻ നിർബന്ധമായതിന്റെ കാരണം എന്താ? ആ 20 മനുഷ്യന്മാർ ഒരു കാലത്തും മുശ്രിക്കുകളായിട്ടില്ല. ആ 20 ആൾക്കാർ ഒരു കാലത്തും വ്യഭിചരിച്ചിട്ടില്ല, ഒരു കാലത്തും മദ്യപിച്ചിട്ടില്ല. ഏതൊരു മനുഷ്യന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അനഫി മില്ലത്തി അബി ഇബ്രാഹിം, ഞാൻ എന്റെ വാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗത്തിലാകുന്നു എന്ന്. അപ്പൊ അതുകൊണ്ട് ഏതൊരു മനുഷ്യന്റെയും ഏതൊരു സ്ഥാപനത്തിന്റെയും ഒരു സംഘടനയുടെയും ഫളാഇൽ തീരുമാനിക്കുന്നത് അതിന്റെ ആളുകളുടെ ഫളാഇൽ അനുസരിച്ചാകുന്നു. മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാ നമുക്ക് നേതൃത്വം നൽകി ഒരു കാലഘട്ടത്തിന്റെ കുത്തുബായി കഴിഞ്ഞു പോയ മുജദ്ദിദ. ശംസുൽ ഉലമാ നമ്മൾ പറയുമ്പോൾ ഒരു ചെറിയ അർത്ഥത്തിൽ അത് കണ്ടാൽ പോരാ. ശംസുൽ ഉലമാ ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദാണ്. ഈ മഹത്തായ ഈ കപ്പൽ ആടി ഉലഞ്ഞ ഒരു സമയത്ത് അതിനെ നങ്കൂരമിട്ട് പിടിച്ചു നിർത്തിയ വലിയൊരു മുജദ്ദിദായ മനുഷ്യൻ. എല്ലാ വിഷയങ്ങളിലും തനതായ കാഴ്ചപ്പാടോടുകൂടി അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിലും മറ്റുള്ളവരെ നേരായ വഴിയിൽ നടത്തുന്നതിലും ഒക്കെ അവർ വലിയ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് ശംസുൽ ഉലമയെ എതിർത്തവർ ആരോ അവരും അവരുടെ പിൻഗാമികളും ഇന്ന് സയ്യിദുൽ ഉലമയെ എതിർത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു വരദാനമാണ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ പിന്നിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവരുടെ കൈകൊണ്ട് അള്ളാഹു സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ശക്തി നൽകട്ടെ. 100ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. സജീവമായി എല്ലാവരും രംഗത്തുണ്ടാവണം എന്ന് പ്രത്യേകമായി എല്ലാവരോടും വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.